ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3,63,888 ഡിവൈഡ് ബൈ 456, അതായത് 456. 6 ഡിജിറ്റ് നമ്പറിന് 3 ഡിജിറ്റ് ഡിവൈസറോട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബോർഡ് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാൻ നമുക്കറിയാം നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം എത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്യണം, അത് മൈനസ് ഇതിൻ്റെ ഡിജിറ്റ് -1. അപ്പോൾ നമുക്കിത് 6 ഡിജിറ്റ് ആണ്. 6 മൈനസ് ഇത് 3 ഡിജിറ്റ് ആണ്. 6 മൈനസ് 3 3 ആണ്. കിട്ടിയതിൽ 1 ലെസ് ചെയ്യുക, അപ്പോൾ 2. അതായത് സെക്കൻഡ് റോഡിലേക്കാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. 2ലേക്ക് വരുന്ന സമയത്ത് ഇത് ഫസ്റ്റ് റോഡ്, ഇതാണ് സെക്കൻഡ് റോഡ്. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യണം. 3 6 8 8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 3 6 3 8 8 8. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 456 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആദ്യത്തെ 2 ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണമെന്നും ബാക്കി 2 കേസ് ജമ്പ് ചെയ്യണം. ഈക്വലോ ഗ്രേറ്റർ ആണെങ്കിൽ ജമ്പ് ചെയ്യണം. നമുക്കിവിടെ ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിനേക്കാൾ ചെറുതാണ് ഡിവിഡൻഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്. ഇവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ്റെ എവിടെയാണോ തൊട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ ആൻസർ പ്ലേസ് ചെയ്യുക. ഇവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇത് ആൻസർ റോഡ് കിട്ടിയാൽ ആദ്യത്തെ 2 റോഡായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 36 ഉണ്ട്. ഈ 36ൽ ഈ ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്ര ടൈംസ് എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 9 4 മൈൻഡിൽ വെക്കുന്ന നമ്പറാണ്. അപ്പോൾ 9 ഇൻറ്റു മൈൻഡിലെ 4, 9 4s are 36 ആണ്. കിട്ടിയ വാല്യൂ നമ്മൾ ടൂളിൽ നിന്ന് ലെസ് ചെയ്യും. ഞാൻ എവിടെയാണ് എൻഡ് ചെയ്തത് അതും തൊട്ടടുത്തുള്ള റോഡായിരിക്കും ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ നമുക്കിവിടെ 0 3 ആണുള്ളത്. നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പറയുന്നത് ആൻസർ റോഡിൽ എത്രയാണോ ഉള്ളത് അത് ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9 ഇൻറ്റു 5 45 വേണം. നമുക്കിവിടെ 45 ഇല്ല, നമുക്ക് ആകെ ഉള്ളത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. മതിയായ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ 1 ലെസ് ചെയ്യുക. ഒരു റോഡ് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എന്താണോ അതാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ 4 ആണ്, 4 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 43 ആയി മാറി. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആൻസർ റോഡിൽ എത്രയാണ് ഉള്ളത് അത് ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 ഇൻറ്റു 5 40 ആണ്. നമുക്ക് ഇവിടുന്ന് 40 ലെസ് ചെയ്താൽ നമുക്കിവിടെ 43 ഉണ്ട്, 40 ലെസ് ചെയ്യാം. 4ഉം 0യും ലെസ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ ഇതുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡായി വരിക. അപ്പോൾ 38 ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ഈ 8നെ തേർഡ് ഡിജിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ. അപ്പോൾ 8 ഇൻറ്റു 6 48 ആണ്. നമുക്ക് 48 ഇല്ല. ഈ സമയത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതായത് ഡിവൈസറിൻ്റെ ഓരോ ഡിജിറ്റും നമുക്കിവിടെ 48 വേണമെന്ന് ഓർമ്മിക്കുക. 38 ഇപ്പോൾ ഉള്ളത് 48 വേണം. പക്ഷെ നമുക്കിനി 48 ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഈ 8നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ 48 കിട്ടുന്നത്. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിവൈസറിൻ്റെ ഏത് ഡിജിറ്റ് വേണ്ടിയിട്ടാണോ റീസ്റ്റോർ ചെയ്യുന്നത്, ഇപ്പോൾ 6ന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ 6ൻ്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്ന 2 നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പോൾ 5ന് വേണ്ടിയിട്ടാണ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ 4 മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ 6ന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള 2 ഡിജിറ്റും ആഡ് ചെയ്യണം. ഇനി ഒരു 4 ഡിജിറ്റ് നമ്മളാണെങ്കിലോ ആദ്യത്തെ 3 ഡിജിറ്റുകളും റീസ്റ്റോർ ചെയ്തിരിക്കണം. അതായത് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ട റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, 1 ലെസ് ചെയ്യുക. ഒരു റോഡ് മാറി ഇവിടെ 4ഉം അതിന് തൊട്ട് 5 കൂടി ലെസ് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആൻസർ റോഡിൽ നിന്ന് 1 ലെസ് ചെയ്യുക, എന്നിട്ട് ഒരു റോഡ് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസറിൻ്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6ന് ആഡ് ചെയ്തുകൊണ്ട് 4ഉം ഒരു 5ഉം ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് 38 എന്നാണ് എന്താക്കുന്നത്, ലെസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 7 ഇൻറ്റു 6 ചെയ്താൽ മതി. 7 ഇൻറ്റു 6 എന്ന് പറയുന്നത് നമുക്കറിയാം 42 ആണ്. 7 ഇൻറ്റു 6 42 ആണ്. നമുക്ക് 42 ചെയ്യേണ്ടത് ഇവിടുന്ന് 4ഉം ഇവിടുന്ന് 2 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ലെഫ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഡിവൈസറിന് 3 ഡിജിറ്റും ആദ്യത്തെ ലെവലിൽ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സ്റ്റേജ് കഴിഞ്ഞു. അതായത് 3 ഡിജിറ്റിനെയും പരിഗണിച്ചു. 4നെ പരിഗണിച്ചു, 5നെ പരിഗണിച്ചു, 6നെ പരിഗണിച്ചു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 4 6 8 8 ആണ്. ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം, നമുക്ക് ഡിവിഷൻ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നമ്പർ നോക്കാം, 4 5 6 ആണ്. ഇതിനേക്കാൾ വലുതാണ് എന്ത്,
44688 എന്ന ഈ നമ്പർ. അപ്പോൾ ഈ നമ്പറിനേക്കാൾ 456 ചെറുതാകുന്ന സമയത്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റോഡിൽ ബീഡ്സ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഡിവൈസിനേക്കാൾ ചെറിയ നമ്പർ കിട്ടുന്ന സമയത്താണ് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ഈ 44688 എന്ന് പറയുന്നത് ഡിവിഷനേക്കാൾ വലിയ നമ്പറാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആദ്യത്തെ 2 ഡിജിറ്റുകൾ ഈക്വലായി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ചെക്ക് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സെക്കൻഡ് ഡിജിറ്റ് കമ്പയർ ചെയ്യാം. അതായത് ഡിവൈസിന്റെ സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ചെറുതാണോ ഡിവിഡൻഡിന്റെ സെക്കൻഡ് ഡിജിറ്റ് ചെക്ക് ചെയ്യുക. ചെറുതായാൽ നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാം. ആദ്യത്തെ 2 ഡിജിറ്റ് ഈക്വലായി 5നേക്കാൾ ചെറുതാണ് 4. അപ്പോൾ ഇവിടെ റൂൾ 9 അപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഒരു 9 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 9 ഡിവൈസിന്റെ ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 9 to 4 ആദ്യം 9 to 4 ചെയ്യാം. 9 to 4 36 ആണ്. അപ്പോൾ 36 ഇവിടുന്ന് ലെസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കും. നമുക്കറിയാം ലെസ് 10 ആഡ് 5 ലെസ് 1. ഇനി 9 to 5 ചെയ്യണം, സെക്കൻഡ് ഡിജിറ്റിന് ചെയ്യണം. 9 to 5 45 ആണ്. ഇവിടുന്ന് 4 ഇവിടുന്ന് 5 ലെസ് ചെയ്യാം. നമുക്ക് 9 to 6 54. ഇവിടുന്ന് 5 ലെസ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റാത്ത സമയത്ത് ലെസ് 10 ആഡ് 5. ഇവിടുന്ന് 4 ലെസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 3648 ആണ്. 3648 എന്ന് പറയുന്ന ഇതിന് നമുക്കറിയാം 456നേക്കാൾ വലുതാണ് 3648. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 3648 ഡിവൈഡ് ബൈ 456 ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 4നേക്കാൾ ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യുന്നത് ചെറുതാണ്. അപ്പോൾ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് ആൻസർ റോഡ് കിട്ടിയാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 ഡിജിറ്റ് ക്വസ്റ്റ്യൻ റോഡായി. അപ്പോൾ 36ൽ 4 എത്ര ടൈംസ്? 9 ടൈംസ്. 9 4 36 ആണ്. ഈ 36 നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്തു. ഇനി ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 04 ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേണ്ടത് 9 to 4 45 വേണം. നമുക്ക് 45 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ലെസ് ചെയ്യുക, ഒരു റോഡ് മാറി 5ന് വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് ലെഫ്റ്റിലത് 4 മാത്രമാണ്. അപ്പോൾ 4 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 8 into 5 40 ആണ്. 8 into 5 കാരണം ഇവിടെ 8 ഉള്ളത്. ഈ 8 ഞാൻ എന്ത് ചെയ്യട്ടെ? അതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ 44 ഇവിടുന്ന് 0 ലെസ് ചെയ്തു. ഇനി 8 into 6 48 ആണ്. ഈ 48 നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ 798 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 798. അപ്പോൾ ഓർമ്മിക്കേണ്ടത് 3 ഡിജിറ്റോ 4 ഡിജിറ്റോ എത്ര ഡിജിറ്റാണ് വരുന്നത്? ഇപ്പോൾ 3 ഡിജിറ്റാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിജിറ്റിന് വേണ്ടി ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിന് വേണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ആദ്യം നമ്മൾ അതെന്ത് ചെയ്യുക? കിട്ടുന്ന ക്വസ്റ്റ്യൻ റോഡിന്ന് ലെസ് ചെയ്ത് പോവുക ചെയ്യാം. ഈ സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് വേണ്ടിയിട്ടാണ് റീസ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് തൊട്ട് ലെഫ്റ്റിൽ വരുന്ന എത്രയാണോ ഡിജിറ്റ് അതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ തേർഡ് ഡിജിറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 4 ഡിജിറ്റോ 5 ഡിജിറ്റല്ലേതാണെങ്കിൽ അതിനനുസരിച്ച് തൊട്ട് ലെഫ്റ്റിൽ എത്രയാണ്, ഏത് നമ്പറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് അതിന് ലെഫ്റ്റിൽ എത്ര നമ്പർ വരുന്നുണ്ടോ അത്രയും നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിവിഷൻ ചെയ്യാൻ പറ്റും.